ഗ്രേറ്റർ ലണ്ടന്റെ അത്രയും വലുപ്പമുള്ള ഒരു ജലസംഭരണി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നെഞ്ചുവിടർത്തി നിൽക്കാനുള്ള എത്യോപ്യ എന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ മുതൽക്കൂട്ട്. ദ ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഇൻ ആഫ്രിക്ക. അതെ, ഗ്രാൻഡ് എത്യോപ്യൻ റിനോയ്സൻസ് ഡാം എന്ന് പേരിട്ടിരിക്കുന്ന ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എത്യോപ്യ അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 10 വർഷത്തിലേറെ നിർമ്മാണ പ്രവർത്തനങ്ങളിലായിരുന്ന ഈ അണക്കെട്ട് പണി പൂർത്തിയായി എത്യോപ്യ എന്ന രാജ്യത്തിന് അഭിമാനമായി തലയുയർത്തി നിൽക്കുകയാണ് ഇപ്പോൾ. വിദേശ വായ്പകളോ അന്താരാഷ്ട്ര സഹായങ്ങളോ സ്വീകരിക്കാതെ എത്യോപ്യയുടെ സ്വന്തം സർക്കാരും ജനങ്ങളും ചേർന്ന് $5 ബില്യൺ ചിലവിൽ ഉയർത്തിയെടുത്തതാണ് ഈ അണക്കെട്ട്. എത്യോപ്യ എന്ന രാജ്യത്തിന് തലയെടുപ്പോടെ നിൽക്കാൻ ഉതകുന്നതാണ് ഈ പദ്ധതിയെങ്കിൽ ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങൾക്ക് ഈ ദൗത്യം അത്ര പിടിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത് ഈജിപ്തിനെയും സുഡാനെയും കുറിച്ചാണ്. എത്യോപ്യ അണക്കെട്ട് പണിയുമ്പോൾ ഈ രാജ്യങ്ങൾ നെരുപിടി കൊള്ളുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം, പ്രത്യേകിച്ച് ഈജിപ്ത്. അതിനുള്ള ഉത്തരം കിടക്കുന്നത് ചരിത്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈലിന്റെ പോഷക നദിയായ ബ്ലൂ നൈലിന് കുറുകെ ഗ്രാൻഡ് എത്യോപ്യൻ റിനോയ്സൻസ് ഡാം നിർമ്മിച്ചിരിക്കുന്നു. സുഡാനുമായുള്ള അതിർത്തിക്ക് സമീപം എത്യോപ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുബ പട്ടണത്തിനടുത്താണ് ഈ ഡാമുള്ളത്. 74 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡാം 5000 മെഗാവാട്ടിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇത് എത്യോപ്യയുടെ മൊത്തത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദന ശേഷി ഇരട്ടിയാക്കുകയും വ്യാവസായിക ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യും. എന്നാൽ ഈജിപ്തും സുഡാനും ഇതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നൈൽ നദിയിലെ വെള്ളം വലിയ തോതിൽ കുറയുമെന്ന ആശങ്കയിലാണ് ഈ രാജ്യങ്ങൾ. ബുറുണ്ടി, റുവാണ്ട, ടാൻസാനിയ, കെനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, എത്യോപ്യ, എരിത്രിയ, സൗത്ത് സുഡാൻ, സുഡാൻ, ഈജിപ്ത് എന്നീ 11 രാജ്യങ്ങളിലായാണ് നൈൽ നദി വ്യാപിച്ചു കിടക്കുന്നത്. ഈജിപ്തിലെ 20 കോടിയോളം വരുന്ന ജനങ്ങളിൽ 95% നൈലിന്റെ തീരത്തോ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റകളിലൊന്നായ നൈൽ ഡെൽറ്റ പ്രദേശത്തോ താമസിക്കുന്നത്. ഈജിപ്തിന്റെ കാർഷികോൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഈ ഡെൽറ്റയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീല നൈൽ നദിയിൽ നിർമ്മിക്കുന്ന ഏതൊരു അണക്കെട്ടും നൈലിലെ ജലനിരപ്പ് കുറയ്ക്കും എന്നത് തന്നെയായിരുന്നു ഈജിപ്തിന്റെ വാദം. 1929 ഈജിപ്തും ബ്രിട്ടനും തമ്മിലുള്ള കരാർ പ്രകാരം നൈൽ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഈജിപ്തിനും സുഡാനുമായിരുന്നു. എത്യോപ്യയിലെ ഈ ഡാമിന്റെ നിർമ്മാണം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭം മുതലുള്ള ജലകരാറുകളെ ലംഘിക്കുന്നുവെന്നും ഈജിപ്ത് ശക്തമായി പറഞ്ഞു. ദൈവത്തിന്റെ സമ്മാനമെന്ന് പുരാതന ഈജിപ്തുകാർ വിശേഷിപ്പിക്കുന്ന നൈൽ ഈ രാജ്യത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഒരു അടിത്തറ തന്നെയെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ട്. എത്യോപ്യക്കെതിരെ നേരിട്ടുള്ള പ്രതികാര നടപടികളിൽ നിന്ന് ഈജിപ്ത് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും സമീപ വർഷങ്ങളിൽ എത്യോപ്യയുടെ എതിരാളികളുമായി പ്രത്യേകിച്ച് ഈജിപ്ത് കൂടുതൽ അടുപ്പത്തിലാണിപ്പോൾ. ഈജിപ്തിനെ പോലെ തന്നെ എത്യോപ്യ പണിത അണക്കെട്ട് പ്രവർത്തിക്കുന്നതിൽ വലിയ എതിർപ്പുള്ള രാജ്യമാണ് സുഡാനും. എത്യോപ്യയെ സംബന്ധിച്ച് ഈ ജലവൈദ്യുത പദ്ധതി അവർക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പല വിഭാഗം ജനങ്ങൾക്കും ഈ പദ്ധതി ഒരു ആശ്വാസമാകുമെന്ന് അവർ കരുതുന്നു. അയൽ രാജ്യങ്ങൾക്ക് വലിയ തോതിൽ വൈദ്യുതി വിൽക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും മറ്റു രാജ്യങ്ങൾക്ക് കാര്യമായ ദോഷം ഈ അണക്കെട്ട് വരുന്നതിലൂടെ ഉണ്ടാകില്ലെന്നും വാദിക്കുകയാണ് എത്യോപ്യ. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഡാം ഇതുവരെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജലപ്രവാഹത്തിന് വലിയ തടസ്സങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും 5 വർഷത്തെ കാലയളവിൽ മഴക്കാലത്ത് ജലസംഭരണി വലിയ രീതിയിൽ നിറയുമെന്നും പറയപ്പെടുന്നു.